എന്തായാലും അച്ഛനെ ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് ആ മരുന്ന് എങ്ങനെയെങ്കിലും എടുത്തിട്ട് വരാം. മരുന്നെടുക്കാൻ പോകുമ്പോൾ നീ അവരെന്ത് പറയോ? അവരെന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തായാലും അത് എടുക്കാൻ പോവാ. ചേച്ചി, ഇവിടെ എന്താ അവണി പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം ചേച്ചി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്നെ താഴെ അവർ തടഞ്ഞു വെച്ചത്. നിന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോ കയറ്റി വിടത്തില്ലെന്ന്. ഇത്രയും നേരം ഞാൻ പുറത്തായിരുന്നു. അച്ഛൻ പറഞ്ഞേ, എന്തോ ഇവിടെ പ്രശ്നം? ചേച്ചി, രഘുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞാലേ എന്നെ ഇവിടുന്ന് പുറത്ത് വിടുമെന്ന് പറഞ്ഞിരിക്കുക അമ്മ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പൊ ഒരു ഹോം അറസ്റ്റ് പോലെയാ. സൗകര്യമില്ലെന്ന് അങ്ങോട്ട് പറയണം കൊച്ചേ. ഇവളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ? ഞാൻ എത്ര തവണ വിളിച്ചാ സുധേ, അവന് വരണ്ടേ? ചേച്ചി, എനിക്ക് അച്ഛനെ ഇപ്പൊ വീട്ടിലേക്ക് വിടണം. അച്ഛൻ്റെ മരുന്നും സാധനങ്ങളും ഒക്കെ താഴെ അവർ പിടിച്ചു വെച്ചേക്കോ. ഇതെന്തോന്ന്, ജയിലോ? കയറി വരുമ്പോ ബാഗും എല്ലാം കൂടെ വാങ്ങിച്ചു വെക്കാനായിട്ട്. അച്ഛനിപ്പോ വീട്ടിൽ പോണം, അത്രയല്ലേ ഉള്ളൂ. പോയി അങ്ങോട്ട് എടുക്ക്. പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട സുധേ. എന്ത് പ്രശ്നം? അച്ഛന് പോണ്ടേ? പോണം ചേച്ചി, എത്രയും പെട്ടെന്ന് അച്ഛനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറി വരും. അമ്മ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അറിയും. അതിനു മുന്നേ അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എനിക്ക്. നിങ്ങൾ വാ, ബാഗ് നമുക്ക് എടുക്കാം. ആരാ തടയുന്ന നോക്കണമല്ലോ. വാ അച്ഛൻ, വാ. അഞ്ജു, ആ ബാഗ് എടുത്തു കൊടുത്തേ. അതൊന്നും തരാൻ പറ്റൂല. പോയി എടുത്തോണ്ട് വാടി. അമ്മ, അമ്മ, ഏട്ടാ. എന്താടി കിടന്ന് പോകുന്നത്? എനിക്കറിയില്ല അമ്മ, ഇവര് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്ത് പ്രശ്നം ഉണ്ടാക്കി? അച്ഛന്റെ ബാഗ് കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തരാൻ സൗകര്യമില്ലെങ്കിലോ? എന്താ പ്രശ്നം? ഇവര് 3 പേരും വന്ന് വെറുതെ ബഹളം ഉണ്ടാക്കട്ടാ. ഒരു ബഹളവും വെച്ചില്ല. അച്ഛന്റെ ബാഗ് വേണം, അത്രേ ഉള്ളൂ. തരാൻ സൗകര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. വക്കീലേ, അറിയാലോ, ഇവിടെ വേണേ എനിക്കൊരു മാസ് സീൻ ക്രിയേറ്റ് ചെയ്യാം. അച്ഛനെ കൊണ്ട് പോവുകയും ചെയ്യാം. പോലീസുകാരെ വിളിക്കണോ? നാട്ടുകാരെയും കൂടെ വിളിക്കാം. മാളികകൾ തറവാട്ടിന്റെ മഹിമേ എല്ലാരും ഒന്ന് അറിയട്ടെ. വേണോ? നിങ്ങളൊക്കെ കാണിക്കുന്ന കൊളരുതായ്മയ്ക്ക് ഞാനൊന്നും ചെയ്യാത്തത് നിങ്ങളെ ആലോചിച്ചിട്ടല്ല, ഇവിടെ ആ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാ. 1 മിനിറ്റ് സമയം ഞാൻ തരും. ബാഗ് അച്ഛന് കൊടുക്കണം. അറിയാലോ വക്കീലേ, ഡൊമസ്റ്റിക് വയലൻസിനുള്ള ശിക്ഷ എന്താന്നുള്ളത്. നോൺ ബെയിലബിളാ. വിളിക്കണോ? നീ എന്താ പേടിപ്പിക്കുകയാണോ? 1 മിനിറ്റ്, ഒരേ 1 മിനിറ്റ്. അച്ഛൻ ബാഗ് എടുത്ത് വീടിന്റെ പടി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പെടും, നല്ല പോലെ പെടും. പോലീസ് പിടിച്ചോണ്ട് പോയാലേ ജയിലാണ്, അല്ലാതെ റിസോർട്ടിലല്ല താമസം. 1 മിനിറ്റ്. മോന, ആ ബാഗ് എടുത്തു കൊടുത്തേക്ക്. വലിയ കേസാ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ ജാമ്യം പോലും കിട്ടും. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു.